തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ വന്ദനം. ഇത്ര സമീപസ്ഥനായ ദൈവം, സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്. പിന്നെയോ വിശുദ്ധ മത്തായി സുവിശേഷം 18:19-20 തിരുവചനങ്ങളിൽ ഭൂമിയിൽ നിങ്ങൾ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏതു കാര്യവും എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരുമെന്നും 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്നും തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വിശുദ്ധ മത്തായി സുവിശേഷം 6:33 പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. കുറച്ചു നാളുകൾക്ക് ശേഷമല്ല, അതോടൊപ്പം തന്നെയാണ് ലഭിക്കുന്നത്. നാളെയെ കുറിച്ച് പോലും നിങ്ങൾ ആകുലരാകരുത് എന്ന് വചനം പറയുന്നു. നിയമാവർത്തനം 4:7 മോശ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നിങ്ങൾ തന്റെ സ്വന്തം ജനമായിരിക്കേണ്ടതിന് കർത്താവ് നിങ്ങളെ സ്വീകരിക്കുകയും ഈജിപ്റ്റാവുന്ന ഇരുമ്പ് ചൂളയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതിന്റെയെങ്കിലും സാദൃശ്യത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കുകയോ ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുവിൻ. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് നിയമാവർത്തനം 4:39 പറയുന്നു, മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ ഉറപ്പിക്കുവിൻ. ആകയാൽ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാനും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായി തരുന്ന ദേശത്ത് ദീർഘകാലം വസിക്കാനും വേണ്ടി കർത്താവിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുവിനെന്ന് മോശ പറയുകയാണ്. വീണ്ടും 31-ാമത്തെ തിരുവചനത്തിൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ്, അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ ഇല്ല. പ്രിയ സഹോദരങ്ങളെ, ഇത് മോശ ഇസ്രായേൽ ജനത്തോട് മാത്രമല്ല, നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി പറഞ്ഞു തരുന്നതാണ്. അതിനാൽ നമ്മുടെ ദൈവമായ കർത്താവ് ഇത്ര സമീപസ്ഥനായിരിക്കുന്ന ഒരു ശ്രേഷ്ഠ ജനതയാണ് നമ്മൾ എന്ന ബോധ്യത്തിൽ നമുക്ക് ആയിരിക്കാം. അതിനുള്ള അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.